നമസ്കാരം. ആറാമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാതിക്കും അശ്വതിക്കും വിലപിടിപ്പുള്ള ഐഫോണുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഗീതുവിന് ഒരു നീല കാർ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേൽപ്പറഞ്ഞ വാചകങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ആക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പതിവ് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, ആദ്യത്തെ വാചകം സ്വാതിക്കും അശ്വതിക്കും വിലപിടിപ്പുള്ള ഐഫോൺസ് ഉണ്ടായിരുന്നു അല്ലേ. രണ്ടാമത് ഞാൻ പറഞ്ഞ വാചകം എനിക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. മൂന്നാമത് ഞാൻ പറഞ്ഞ വാചകം ഗീതുവിന് ഒരു നീല കാർ ഉണ്ടായിരുന്നു. അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങളെ പോലെ തന്നെ ഈ മൂന്ന് വാചകങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഈ വാചകങ്ങളുടെ എല്ലാം അവസാനം എന്താണ് വാക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു വാചകത്തിൻ്റെ അവസാനം ഉണ്ടായിരുന്നു എന്ന് വന്നാൽ ആ വാചകത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് ഹാഡ് ആണ്. ഇംഗ്ലീഷിലെ HAD എന്ന വാക്ക്, അതായത് ഹാഡ്. ഓക്കെ, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മളപ്പോൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ HAD ഹാഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർമ്മിക്കുക. ഹാഡ് ഒരു വാചകത്തിൽ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും പ്രശ്നമൊന്നുമില്ല. സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും സിംഗുലർ ആയാലും ഹാഡ് നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ? ഉണ്ടായിരുന്നു എന്നുള്ളത് അവസാനത്തിൽ വരികയാണെങ്കിൽ. അതായത് വാചകത്തിൽ ഹാഡ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലറും ആവാം പ്ലൂറലും ആവാം. വേറെ വ്യത്യാസമൊന്നും ഇല്ല. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നമുക്ക് മുന്നേ പറഞ്ഞ വാചകങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് എഴുതാമെന്ന് നോക്കാം. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്, ഹാഡ് ഒരു വാചകത്തിൽ വച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വെർബിൻ്റെ V3 ഫോമാണ് വെക്കേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഫോം. ഇവിടെയും ഹാഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ഫോമാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആദ്യം പറഞ്ഞ വാചകം സ്വാതിക്കും അശ്വതിക്കും വിലപിടിപ്പുള്ള ഐഫോൺസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്വാതി ആൻഡ് അശ്വതി ഹാഡ് എക്സ്പെൻസീവ് ഐഫോൺസ്. എന്തുകൊണ്ടാണ് എക്സ്പെൻസീവിന് മുന്നേ ആൻ എന്ന് വെക്കാഞ്ഞത്? കാരണം ആ വാചകം നിങ്ങൾ കൃത്യമായിട്ട് നോക്കൂ. അവിടെ ഐഫോണുകൾ എന്നാണ് പറയുന്നത്, ഐഫോൺ എന്നല്ല പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ഫോണുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ആൻ എന്നുള്ളത് ആവശ്യമില്ല. കാരണം ആൻ എന്നുള്ളതിൻ്റെ അർത്ഥം ഒരു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഐഫോണുകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളവിടെ ആൻ എന്നുള്ളത് വെക്കുന്നില്ല. സ്വാതി ആൻഡ് അശ്വതി ഹാഡ് എക്സ്പെൻസീവ് ഐഫോൺസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇനി മറ്റേ വാചകത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആൻ ചേർക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഒരു ഐഫോണിൻ്റെ കാര്യം പറയുന്നുള്ളൂ. സ്വാതി ഹാഡ് ആൻ എക്സ്പെൻസീവ് ഐഫോൺ. അവിടെ ആൻ ഒരു ഐഫോൺ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആൻ ചേർക്കുന്നത്. ഇനി അപ്പോൾ അടുത്ത സംശയം, എന്തുകൊണ്ടാണ് എ ചേർക്കാത്തത് ആൻ ചേർക്കുന്നത് എന്നായിരിക്കും. അവിടെ എക്സ്പെൻസീവ് എന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ ലെറ്റർ ഇ എന്നുള്ളതാണ്. ഇ എന്നുള്ളത് വവ്വൽ ലെറ്ററിൽ പെടുന്നതാണ്. ശ്രദ്ധിക്കുക, വവ്വൽ ലെറ്ററിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് തൊട്ട് മുന്നേ നമ്മൾ ആൻ എന്നുള്ളത് ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ആൻ എക്സ്പെൻസീവ് ഐഫോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാതി ഹാഡ് ആൻ എക്സ്പെൻസീവ് ഐഫോൺ, കാരണം ഒരു ഐഫോണേ ഉള്ളൂ. മറ്റേ വാചകത്തിൽ സ്വാതി ആൻഡ് അശ്വതി ഹാഡ് എക്സ്പെൻസീവ് ഐഫോൺസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എനിക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അത് നമുക്ക് എങ്ങനെ പറയാം? ഐ ഹാഡ് എ ലാപ്ടോപ്പ്. അതായത് എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐ ഹാഡ് എ ലാപ്ടോപ്പ്. അടുത്തത്
ഗീതുവിന് ഒരു നീല കാർ ഉണ്ടായിരുന്നു. ഗീതു ഹാഡ് എ ബ്ലൂ കാർ. എൻ്റെ അച്ഛൻ വിലയേറിയ ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൈ ഫാദർ ഹാഡ് ബോട്ട് ആൻ എക്സ്പെൻസീവ് വാച്ച്. അടുത്തത്, എൻ്റെ അമ്മാവൻ വിലയേറിയ ഒരു പേന എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാചകം എങ്ങനെ വരാം? മൈ അങ്കിൾ ഹാഡ് ബോട്ട് എ കോസ്റ്റ്ലി പെൻ ഫോർ മീ. ഇവിടെ ആൻ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എ ആണ്. കാരണം കോസ്റ്റ് എന്നുള്ളത് സി ആണ് തുടങ്ങുന്നത്, അത് വവ്വൽ ലെറ്റേഴ്സിൽ പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരു വാചകം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന റൂളുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഇത്രയും വ്യക്തതയോടെ പറഞ്ഞു തരുന്നത്. ഇനി, അവർ ഇന്നലെ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. They had gone for a movie yesterday. അല്ലെങ്കിൽ yesterday they had gone for a movie. സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ പറയും നോക്കാം. I had slept before the film started. അടുത്തത്, ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. I had slept. ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. I had sent an email. എൻ്റെ അങ്കിൾ വിലയേറിയ ഒരു പേന എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. മൈ അങ്കിൾ had bought a costly pen for me. ലക്ഷ്മി മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി had taken the medicine. ഞങ്ങൾ ഞങ്ങളുടെ ജോലി തീർത്തിട്ടുണ്ടായിരുന്നു. We had completed our work. അവൾ ഇന്നലെ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. She had gone to the park yesterday. അപ്പോൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമുക്ക് അവിടെ ഹാഡ് വെച്ചാൽ മതി, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് നമുക്ക് എക്സാമ്പിൾസ് തരാം, നിങ്ങളത് ട്രൈ ചെയ്യാം. സുകന്യ മറ്റൊരു വീട് പണിതിട്ടുണ്ടായിരുന്നു. സുകന്യ മറ്റൊരു വീട് പണിതിട്ടുണ്ടായിരുന്നു. രവി രാജൻ്റെ കൂടെ 5 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. രവി രാജൻ്റെ കൂടെ 5 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ നല്ല പടങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജാപ്പനീസ് ഭാഷ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ സുമ ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ മുംബൈയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് നല്ല സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്ന ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇതിൽ ചില വാചകങ്ങളിൽ ഹാഡ് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. മറ്റു ചില വാചകങ്ങളിൽ ഹാഡ് പ്ലസ് V3 ഫോം വേണ്ടിവരും. അത് നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.